അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആമിനാത്തന്റെ മോൾ എങ്ങനെയുണ്ട് പെയ്തോ? ആമിനാത്തന്റെ മോളാ കുട്ടി അട്ടക്കറിക്ക് പെയിന്റ് അടിച്ചേരി നല്ല കളറാ. പിന്നെ ഒരു കണ്ണ് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും. കുട്ടി രസമുണ്ട്, കറുപ്പിച്ചായാലും രസമുണ്ട്. എന്താ വെച്ചാല് അട്ടക്കറിക്ക് പെയിന്റ് അടിച്ച മാതിരിയാ. പിന്നെ അല്ല കുട്ടി നടന്ന് പ്രസവിച്ചുവാണ്. പിന്നെ അത് ഒരു കുട്ടി ഫ്രീ അല്ലേ? എന്റെ അല്ല, അത് അറിഞ്ഞ നന്നായല്ലോ. 100 പെണ്ണ് കിട്ടും ഇത് പറഞ്ഞോണ്ട്. ആ കല്യാണം മുടക്കിപ്പോ ആശ്വാസായി. ഒരു ഭാരം ഇറക്കിച്ച മാതിരി ഒരു കുട്ടികളെ കല്യാണം ഇവിടെ നടക്കരുത്. അയാളെ പെണ്ണും തിരിഞ്ഞു വന്ന ആമിനാന്റെ മോളെ അത് മുടക്കിപ്പോ ആശ്വാസായി. ഓകാല കമ്മിറ്റി ഉള്ളിടത്തോളം കാലം ഒരു കുട്ടികളെ കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒന്ന് കാണാൻ നടക്കണത്. എന്താ അമിനാത്ത നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് വരുന്നേ? ഒന്നും പറയണ്ട ഇതേ. എന്റെ മോൾക്ക് വന്ന ആ കല്യാണവും പോയി. എത്ര കല്യാണങ്ങളായി ഇങ്ങനെ വരുന്നത്. ആരെ ഈ കല്യാണം മുടക്കുന്നത്? അതൊന്നും എനിക്ക് അറിയില്ല. വരുന്ന കല്യാണം ഒന്നും നടക്കുന്നില്ല എന്തേ. ഇവിടെ ഉണ്ട് ഒരു ഓകാലം കമ്മിറ്റി. അതിലൊരു മൊയ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണ് ഈ കല്യാണം എല്ലാവരുടെയും കല്യാണം മുടക്കുന്നതെന്ന് പറയണ കേൾക്കുന്നത്. എനിക്കറിയില്ല. എന്റെ കുട്ടിയുടെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു. അവൾക്ക് തന്നെ ഒരു നാണക്കേടാ. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്നൊരു ചെക്കനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കണമെന്നില്ല പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നു. എന്റെ മോൾക്ക് ഇത്തിരി നിറം കമ്മിയാ, അത് ഞാൻ സമ്മതിച്ചു. നിറമില്ലാത്തവരും കല്യാണം കഴിക്കുന്നില്ലേ? എല്ലാം വന്ന് അടുത്ത് വരും. എന്നിട്ടാണ് പിന്നെ പറ്റില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ആ കല്യാണം കഴിയാനുള്ള ഒരു കൊതി കൊണ്ടായി എനിക്കാണെങ്കിൽ വയസ്സും പ്രായമായി. അതിനെ മാറാത്തൊരു അസുഖവും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മോളുടെ കല്യാണം ഒന്ന് കാണുന്ന വലിയ ആവശ്യമാണ് എനിക്ക്. അമിനാത്ത നിങ്ങൾ കരയണ്ട കേട്ടോ. ടെൻഷനാകണ്ട, ഒക്കെ ശരിയാവും. മോക്ക് നല്ല കല്യാണം വരും, ഞാനും നോക്കാം. പിന്നെ നിങ്ങളുടെ മോള് നിറം കുറവായിരിച്ചിട്ട് എന്താ, അവള് നല്ല മുഖച്ചായല്ലേ, നല്ല മുഖച്ചായുള്ള കുട്ടിയാണ് അവള്. അതുകൊണ്ട് ഒന്നുകൊണ്ടും ആമിനാത്ത വിഷമിക്കണ്ട, കരയണ്ട, എല്ലാം ശരിയാവും കേട്ടോ. പഠിച്ച റബ്ബില്ലേ മേലെ, ഓനെല്ലാം ശരിയാക്കി തരും. അല്ല ആമിനാത്ത കല്യാണം എന്തായി? ഞാൻ പേടിച്ചു പോയല്ലോ. കല്യാണോ ഈ ജന്മത്തെ നടക്കുവോ? എത്ര കല്യാണങ്ങൾ ഇവിടെ വന്നതാ. ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കേട്ടവനുണ്ട് ഇവിടെ. നിങ്ങളെ കുട്ടി നല്ല ചൊറുക്ക കുട്ടിയാണല്ലോ. ഇന്നിപ്പോ എന്താ പോലെ? കുട്ടീന്റെ കുഴപ്പമില്ലല്ലോ. കുട്ടീന്റെ കല്യാണം നടക്കരുതെന്ന് വിചാരിക്കുന്നത് ഒരു ഗുരുത്തം കെട്ടാനുണ്ട് ഇവിടെ. അവന്റെ കുഴപ്പല്ലേ? അതിനൊക്കെ കടറോ പുറത്തന്നെ അടിച്ചനെ കാറ്റും കാലം മുറിച്ചുണ്ട്. അപ്പൊ നടക്കുന്നൊക്കെ എന്റെ മുന്നില് വരും. കൊഞ്ചം തുള്ളിയാലേ മുട്ടോളം, പിന്നെ തുള്ളിയ ചട്ടിയിലെന്ന് കേട്ടിട്ടുണ്ടോ? അതിനകത്തെ ഓന്റെ മൂന്നാണ് പിടിച്ചോണ്ടേ സോമരമ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരതണം. സോമരമ്പിലാണ് ഇങ്ങനെ പിടിച്ച അവിടെ വരതന്നെ. എന്റെ മുന്നിൽ അവനെത്തും. കാല് മൂട്ടുകാലാണ്. ഞാനല്ലോ ഞാൻ അങ്ങനത്തെ ആളല്ല. എന്താ ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോ ഒരു വല്ലാത്തൊരു കളി. ഞാനല്ലേ ഞാൻ കുട്ടി ഞാൻ കല്യാണം നടത്താനാ നിൽക്കണേ. ഞാൻ എന്നെ എന്റെ മുന്നിലെങ്ങാൻ ഇനി നീയാണ് എന്ന് പറഞ്ഞിട്ട് നീ വന്ന് നിന്ന് അവസാനത്ത് നിപ്പായിരിക്കും. പിന്നെ ഈ കാര്യം അന്റെ ഒരു വാട്ടത്തൊപ്പി, ഒരു പുള്ളിക്കുപ്പായോ, ഈ ആണില്ലടാ എന്റെ മോളുടെ കല്യാണം മുഴുവൻ മുടക്കിയത്. ഈ ആണില്ലടാ മൊയ്തു അല്ലേ? ഇപ്പൊ മനസ്സിലായടാ. കാലം ഞാൻ വെച്ചോക്കൂല. കൂടെ പറഞ്ഞു ഞാൻ നിങ്ങളെ കുട്ടിനെ കല്യാണം മുടക്കില്ല. ആരത് പറഞ്ഞേ? ഞാൻ നിങ്ങളെ കുട്ടിനെ കല്യാണം ഉണ്ടാക്കാനോ നോക്കിച്ചോളൂ. പോയി കുട്ടികളെ അവിടുന്ന് കല്യാണം മുടക്കി ഞാനോ? ഞാൻ അങ്ങനത്തെ ആളല്ലല്ല.